Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 4 എപ്പിസോഡ് 1 ആണ്. അഥവാ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 148ഉം 149ഉമാണ്. 150 വരെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഇരുന്നത്. പക്ഷേ 150ഉം 51ഉം 52ഉം കുറച്ച് ഒരു ഒറ്റയടിക്ക് പോകേണ്ട ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് 148ലും 49ലും നമ്മൾ ഇത് നിർത്തിയത്. നമ്മൾ എന്തായാലും പഴയ ഒരു ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ലാതെ എന്തായാലും ഇനി മുതൽ സൂപ്പറായിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇപ്പോൾ തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കണ്ട. കാര്യം നമ്മൾ ഓൾമോസ്റ്റ് 30Kയുടെ പറ്റ എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ 30K അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അധികമൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 4 എപ്പിസോഡ് 1 ആണ്. അങ്ങനെ ചാപ്റ്റർ തുറക്കാൻ നിർത്തി ജിൻവു അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. സോ ഇതാണല്ലേ ജിൻവു, തോമസിനെ മരണത്തിന്റെ വക്കത്ത് വരെ എത്തിച്ചവൻ. അതുമാത്രമല്ല ഇവനെ പോലൊരു ഹണ്ടർ തോമസിനെ ഡിഫീറ്റ് ചെയ്യുന്നു പറയുന്നതിനെ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ജിൻവു അവന്റെ സീറ്റിൽ പോയി ഇരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തായിട്ട് അവിടെ 100 കണക്കിന് ഹണ്ടേഴ്സ് പ്രസന്റ് ആണ്. അങ്ങനെ പതുക്കെ ഒരാൾ അവിടേക്ക് നടന്നു വരുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, എൻ്റെ പേരാണ് ബെൽസ്നർ. ഞാനാണ് നിങ്ങളോട് ഇന്നത്തെ കാര്യങ്ങളെല്ലാം മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണും, ഈയിടെയായിട്ട് ഗേറ്റ്സിൻ്റെ എണ്ണം വളരെ വല്ലാണ്ട് തന്നെ കൂടുന്നുണ്ട്. അത് മാത്രമല്ല അതില്ലാന്ന് വരുന്ന ബീസ്റ്റിൻ്റെ പവർ നന്നായിട്ട് തന്നെ കൂടുന്നുണ്ട്. പക്ഷേ നിങ്ങളെല്ലാം ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചു. ഒരു അൺയൂഷ്വൽ ആക്ടിവിറ്റി ഞങ്ങൾ ശ്രദ്ധിച്ചു. അതും നമ്മുടെ ആകാശത്ത് നമ്മുടെ ചുറ്റുപാടിനുള്ള മാനൊക്കെ റീസെൻ്റ്ലി വളരെ കൂടുതലായിട്ട് അറ്റ്മോസ്ഫിയറായിട്ട് അബ്സോർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല അതിന് നമുക്കിപ്പോൾ ഒരു പേരും വിളിക്കാൻ സാധിക്കും, മാഗിസ്ഫിയർ. ഈ മാഗിസ്ഫിയർ കാരണം തന്നെ പല പല കൺട്രീസിൻ്റെ മുകളിൽ ആകാശത്ത് പല പല ക്ലസ്റ്റേഴ്സ് രൂപപ്പെട്ടിട്ടുണ്ട്. മെയിനായിട്ട് പറഞ്ഞാൽ 9 ക്ലസ്റ്റേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാഗിസ്ഫിയർ ഉള്ളത് സൗത്ത് കൊറിയയിലാണ്. ഇത് കേൾക്കാൻ നേരത്തെ തന്നെ എല്ലാവരും സൗത്ത് കൊറിയയോ അത് അവൻ്റെ സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിനുവിനെ തുറച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടർ പറയുകയും ചെയ്യും, ആരും ജിനുവിനെ തുറച്ചു നോക്കേണ്ട കാര്യമില്ല. കാര്യം അവനിത് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ അവനൊരു ഹണ്ടർ ആയിരിക്കത്തില്ല. അതിലെ മുകളിലായെന്ന 9 സ്ഥലങ്ങളോ അതിനർത്ഥം 9 മൊണാർച്ചിനെ ആയിരിക്കുമോ ഇവർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഇതിൻ്റെ കോസ് എന്താണെന്ന് ഇതുവരെ ആർക്കും അറിഞ്ഞൂടാ. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്കും തന്നെ അറിഞ്ഞൂടാ. എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഈ ലോകം എത്രയും പെട്ടെന്ന് ചേഞ്ച് ആകാൻ പോകുവാണ്. പെട്ടെന്ന് ഡേവിഡ് ഇടയ്ക്ക് വന്നിട്ട് പുള്ളിക്കാരനൊക്കെ ചോദിക്കുന്നുണ്ട്, താങ്കളുടെ പ്രസന്റേഷൻ കഴിഞ്ഞോ? അതെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഹണ്ടേഴ്സിൻ്റെ അടുക്കലും എനിക്കൊരു കാര്യം പറയാനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ ഏകദേശം 2 ആഴ്ചക്ക് മുമ്പ് ക്രിസ്റ്റഫർ റീഡ് എന്ന് പറയുന്ന ഒരു നാഷണൽ ലെവൽ ഹണ്ടർ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്ത്, ക്രിസ്റ്റഫർ റീഡ് മരിച്ചെന്നോ? അതിങ്ങനെ സാധ്യമാകും? അല്ല, ഒരു നാഷണൽ ലെവൽ ഹണ്ടർ മരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ പവർഫുൾ ആയിട്ടുള്ള ആരെങ്കിലും വേണ്ടേ? അല്ല, അത് ഇനി എങ്ങാനും ജിനു ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ജിനുവിനും വീണ്ടും തുറച്ചു നോക്കാൻ തുടങ്ങും. നാളെ ആയിരിക്കും ക്രിസ്റ്റഫർ റീഡ് മരിച്ചു എന്നുള്ള ന്യൂസ് പുറത്തുവിടാൻ പോകുന്നത്. അതുമാത്രമല്ല ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ കൺക്ലൂഷനിലേക്ക് വരിക. അതിനു മുമ്പ് തന്നെ ആരെയും ഇവിടെ സസ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരു സസ്പെക്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഇമേജ് ഞാനിവിടെ കാണിക്കാം. എന്നിട്ട് ഒരു ഇമേജ് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രൈമറി സസ്പെക്റ്റ്. സോ ജിനു അല്ലാതെ ചെയ്തത്. പക്ഷേ ഇവനെ കണ്ടിട്ട് ഈ റൂമിലിരിക്കുന്ന ആരെ പോലെ തോന്നുന്നുണ്ട്. പെട്ടെന്നാണ് അവന്മാർക്ക് ജിനുവിൻ്റെ കാര്യം മനസ്സിലായത്. തിരിഞ്ഞു നോക്കിയാൽ തീർന്നെന്ന് അവർക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായി. കോപ്പ് എല്ലാവരും കൂടെ എന്തിനാണ് എൻ്റെ അച്ഛനെ അത് വലിച്ചിറക്കുന്നത്? കാമേഷ് പറഞ്ഞ പോലെ നോക്കാൻ നേരത്ത് 4 പേർക്ക് റൂളേഴ്സിൻ്റെ പവർ ഉണ്ടെന്നാണ് കേട്ടത്. അതിനർത്ഥം റൂളേഴ്സ് എൻ്റെ അച്ഛനെ പോലെ ഇരിക്കുന്ന ഒരു ഡീമൻ എവിടേക്ക് അയച്ചെന്നാണ്. സസ്പെക്റ്റിനെ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് അമേരിക്കയിലെ ഒരു ഡഞ്ചിൻ്റെ അകത്ത് വെച്ചാണ്. പുള്ളിക്കാരൻ അവിടുന്ന് വന്നിട്ട് ഹ്യൂമൻ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ കൊറിയൻ. അതുകൊണ്ട് തന്നെ കൊറിയ അറിയാവുന്ന ഇവിടുത്തെ ഒരു S റാങ്ക് ഹണ്ടറായുള്ള ഹാങ് ഡാങ്സുനെയാണ് പുള്ളിക്കാരനെ ഞങ്ങൾ ഏൽപ്പിച്ചത്. എന്നാൽ ഹാങ് ഡാങ്സുനെ പുള്ളിക്കാരൻ നോക്കൗട്ട് ചെയ്തിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവിടുത്തെ ബ്യൂറോയുടെ ഹെഡ്ക്വാർട്ടേഴ്സും പുള്ളിക്കാരൻ കത്തിച്ചിരുന്നു. ഏറ്റവും പ്രൈമറി എന്ന് പറയുന്ന ഒരു നിഗമനം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ വളരെയധികം സ്ട്രോങ് ആണ്. അതായത് സ്കാവൻഡർ ഗിൽഡിലെ ഒരു കീ മെമ്പറാണ് ഡോങ്സോ. പുള്ളിക്കാരൻ ഡിഫീറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതേപോലെയല്ല ഇനിയും പവർഫുൾ ആയുള്ള ഹ്യൂമനോഡ് ബീസ്റ്റ് ആ ഡഞ്ചിൻ്റെ അകത്ത് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. അവരെല്ലാവരും ആയിരിക്കും ക്രിസ്റ്റഫർ റീഡിൻ്റെ പുറകെയും പോയിട്ടുള്ളത്. പെട്ടെന്ന് ജിനു ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അവന് മനസ്സിലായി അത് അവൻ്റെ അച്ഛൻ എന്തോന്ന് സംസാരിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് പുള്ളിക്കാരൻ ആ സൗണ്ട് കേൾക്കുവാണ്. ഞാൻ നിന്നോട് ഒരു മര്യാദയുള്ള ഭാഷയിൽ പറയുവാണ്, കൊറിയയിലേക്ക് നീ തിരിച്ചു വന്നു പോയില്ല. ഇത് എൻ്റെ മകന് വേണ്ടിയല്ല ഞാൻ പറയുന്നത്, നിനക്ക് വേണ്ടിയാണ്. നീ അവിടേക്ക് എങ്ങാനും കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ മരണം അതൊട്ടും നിസ്സാരമായിരിക്കത്തില്ല. ഗ്രീഡ്, യെസ് മൈ കിങ്, താങ്കളുടെ ഉദ്ദേശം ശരി തന്നെയാണ്. അത് താങ്കളുടെ അച്ഛൻ തന്നെയാണ്. അത് 100% ഉറപ്പാണ്. എന്നാലും ഈ ഒരു സസ്പെക്റ്റ് വളരെയധികം പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഈ ലോകത്തുള്ള എല്ലാ ഗിൽഡിലേക്കും ഞങ്ങൾ ഇയാളുടെ ഫോട്ടോ അയക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പുള്ളിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അറിയിക്കാൻ നോക്കുക. എനിക്കൊരു ഡൗട്ടുണ്ട്, അവനെ കണ്ടിട്ട് മനുഷ്യനാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മാജിക്കൽ ബീസ്റ്റ് എന്ന് പറയുന്നത്? കാര്യം അവൻ്റെ മാനെ ഇമിറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു മാജിക്കൽ ബീസ്റ്റ് പോലെ തന്നെയാണ്.
അതുമല്ല അവന് ഹ്യൂമൻ ആണെന്ന് എപ്പോഴെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ? അതെ, അവൻ പുറത്ത് വന്നപ്പോൾ ഹ്യൂമൻ ആണെന്നാണ് പറഞ്ഞത്. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് അവൻ്റെ ഐഡൻറ്റിറ്റി പുറത്ത് പറയാത്തത്? കാര്യം ഇവിടെ ഇരിക്കുന്ന ഒരു 100 പുള്ളിക്കാരന് ചെറിയൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മാക്സിമം ഡീറ്റെയിൽസ് ഒക്കെ മാറ്റിവെക്കുന്നത്. ഇനി ഏതെങ്കിലും ചോദ്യമുണ്ടോ? പെട്ടെന്ന് ഒരാൾ കൈവെക്കും. എന്നിട്ട് പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഐഡൻറ്റിറ്റി പുറത്തേക്ക് വിടുന്നതല്ലേ നല്ലത്? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സെർച്ച് എളുപ്പമാക്കത്തുള്ളൂ. ആ ചോദിച്ചത് മറ്റാരുമില്ലായിരുന്നു, ചൈനയിലെ 7 സ്റ്റാർ ഹണ്ടർ ആയിട്ടുള്ള ലിയു സിംഗാങ് ആണ്. പുള്ളിക്കാരൻ എന്നിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കും. ഞാൻ ഡയറക്റ്റായിട്ട് ഒരു ചോദ്യം ചോദിക്കാം. ആ സസ്പെക്റ്റും സങ് ജിൻവുമായിട്ടുള്ള ബന്ധം എന്തുവാണ്? പെട്ടെന്ന് തന്നെ നമ്മുടെ ഡേവിഡ് പറയുന്നുണ്ട്, കോപ്പ് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, എന്തായാലും ഇത് പറയാതിരിക്കാനും പറ്റത്തില്ലല്ലേ. നമ്മുടെ സസ്പെക്റ്റിനെ അന്ന് ഇൻട്രോഗേറ്റ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് സങ് ജിൻവുവിൻ്റെ അച്ഛനാണെന്നാണ്. അപ്പം തന്നെ നമ്മുടെ ലിയു സിംഗാങ് പുള്ളിക്കാരൻ്റെ ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ സങ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് താങ്കളുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഹണ്ടേഴ്സ് അവനെ ഹണ്ട് ചെയ്യുന്നതുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു ഹണ്ടറിന് ഒരു മാജിക്കൽ ബീസ്റ്റിനെ ഹണ്ട് ചെയ്യുന്നത് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരു മാജിക്കൽ ബീസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ഹണ്ട് ചെയ്യാനും താല്പര്യപ്പെടുന്നു. പക്ഷേ അത് ഒരു മാജിക്കൽ ബീസ്റ്റ് അല്ല, പകരം എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ ഹണ്ടേഴ്സിൻ്റെ എതിരെ നിൽക്കാനും ഞാൻ തയ്യാറായിരിക്കും. അങ്ങനെ ആ കോൺഫറൻസ് കഴിഞ്ഞ് ജിൻവു നമ്മുടെ വൈറ്റും കൂടെ പുറത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോദിക്കുന്നുണ്ട്, താങ്കളത് സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്? അതെ, സത്യം പറയാലോ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഏകദേശം 120 കൺട്രിയിലെ 500ഓളം ടോപ്പ് റാങ്കിങ് ഹണ്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് താങ്കൾ അങ്ങനെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ 2 പേർക്ക് മാത്രമേ സംസാരിക്കാനുള്ള ധൈര്യമുള്ളൂ. 2 പേരോ? അപ്പോൾ മറ്റേ ആരാ? പുള്ളിക്കാരനിപ്പോൾ ഹോസ്പിറ്റലിലാണല്ലോ. പെട്ടെന്ന് ജിൻവുവിൻ്റെ നേരെ നമ്മുടെ ലിയു സിംഗാങ് നടന്നു വരുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് എന്തോന്നും സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജിൻവുവിന് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാര്യം അവൻ ചൈനീസിലാണല്ലോ സംസാരിക്കുന്നത്. പെട്ടെന്ന് മിസ്റ്റർ വൈറ്റ് പറയുന്നുണ്ട്, അവനാണ് താങ്കൾ ഡിഫീറ്റ് ചെയ്യാൻ ആ ചൈനയിലേക്ക് ഇറങ്ങിപ്പോയ ഒരു ജയന്റിലെ അതിനെ ഡിഫീറ്റ് ചെയ്തത്. എന്ത്, നിനക്ക് ചൈനീസ് സംസാരിക്കാവോ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇതാണല്ലോ എൻ്റെ പണി. എന്നിട്ട് പുള്ളിക്കാരൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് മിസ്റ്റർ ലീ സത്യം പറഞ്ഞാൽ നല്ല സർപ്രൈസ് ആണ്. അത് ആ ഒരു ജയന്റ് ഭയങ്കരധികം സ്ട്രോങ്ങർ ആയിരുന്നു, എക്സ്പെഷ്യലി അത് വാട്ടറിലായതുകൊണ്ട് തന്നെ. എന്നിട്ടും പുള്ളിക്കാരൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അതിനെ ഡിഫീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ജയൻസിനെ ഡിസ്ട്രോയ് ചെയ്ത ആ ഒരു മോൺസ്റ്ററിനെ പുള്ളിക്കാരനെ നേരിട്ട് കാണണമെന്ന് ഭയങ്കരധികം ആഗ്രഹമായിരുന്നു. അപ്പോൾ ജിന്നു മനസ്സിൽ പറയുന്നുണ്ട്, ഇവനെ കണ്ടപ്പോൾ കുറച്ച് മൊടയാണെന്ന് തോന്നിയെങ്കിലും ഇവൻ ആള് പാവപ്പെട്ടവനാണ്. അങ്ങനെ ജിന്നു അവന് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവൻ ഒരു കാര്യം കൂടെ പറയുകയും ചെയ്യും. അത് മറ്റൊന്നും അല്ലായിരുന്നു, ആ ഒരു മോൺസ്റ്റർ, ആ ഒരു സസ്പെക്റ്റ് അവൻ്റെ അച്ഛനാകാതിരിക്കാനാണ് അവനിപ്പോൾ പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പം തന്നെ മിസ്റ്റർ വൈറ്റ് ചോദിക്കുന്നുണ്ട്, സാർ അതൊരു ഭീഷണി പോലെ താങ്കൾക്ക് തോന്നിയേ? അതൊന്നും സീനൊന്നുമില്ല, അത് നീ വിട്ടേക്ക്. പെട്ടെന്നായിരുന്നു ഡേവിഡ് അവിടേക്ക് വരുന്നത്. എന്നിട്ട് കാണിക്കുന്നത് ഒരു റൂമാണ്. ആ റൂമിൻ്റെ അകത്ത് ജിന്നു ഉണ്ടായിരുന്നു, അതേപോലെ നമ്മുടെ മിസ്സസ് സെൽനർ ഉണ്ടായിരുന്നു. താങ്കൾ ഞാൻ ഒരിക്കലും ഇവിടെ എക്സ്പെക്ട് ചെയ്തില്ലെന്ന് നമ്മുടെ ജിന്നു പറയുന്നിടത്ത് പുള്ളിക്കാരി പറയുകയും ചെയ്യും, കുറച്ച് ദിവസങ്ങളായി എല്ലാ ദിവസവും രാത്രി എനിക്ക് കുറച്ച് സ്വപ്നങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഹണ്ടേഴ്സിനെ ആരോ ചേർന്ന് ഹണ്ട് ചെയ്യുന്ന പോലെ തന്നെ. ഈ റീസെൻ്റായിട്ട് അത് റിയാലിറ്റിയിലേക്ക് വന്ന് താങ്കൾ പറയുന്നത് ക്രിസ്റ്റഫറിനെ കുറിച്ചാണോ? അതെ, ഞങ്ങൾ അവനെ വാൺ ചെയ്തിരുന്നു, പക്ഷേ അവൻ അത് കേട്ടില്ല. നമ്മുടെ ലോകം രക്ഷിച്ചുകൊണ്ടിരുന്ന പല ഹണ്ടേഴ്സും വീണ്ടും മരിക്കും, അതെനിക്ക് ഉറപ്പാണ്. അവർ വീണ്ടും അവരെ ഹണ്ട് ചെയ്യും. സോ താങ്കൾ എന്നെ ഇവിടെയൊക്കെ വിളിപ്പിച്ചത് എന്നെ വാൺ ചെയ്യാനാണോ? ഒരിക്കലുമല്ല. ഞാനിവിടേക്ക് താങ്കളെ വിളിച്ചത് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറയാനാണ്. എൻ്റെ പവേഴ്സ് കൊണ്ട് ഞാൻ അവരാരാണെന്ന് നോക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് അവരാരാണെന്ന് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഞാൻ യൂസ് ചെയ്തു, അവരുടെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. അപ്പോൾ അന്ന് എൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോഴും, അതെ, അന്ന് ഞാൻ നിൻ്റെ ഉള്ളിലേക്കാണ് നോക്കിയത്. അന്ന് ഞാൻ അതിനെ കണ്ടു, എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ അവിടുന്ന് ഉണർന്നു പോകുമായിരുന്നു. അത്രയും ലിമിറ്റ്ലെസ് ആയ പവറാണ് നിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് തമ്മിൽ അന്ന് കണ്ടപ്പോൾ അത് എന്നോട് ഒരു കാര്യം പറഞ്ഞു. കാര്യമോ? എന്താണ് പറഞ്ഞത്? തിരിച്ചു പോയിട്ട് വരാൻ പോകുന്ന വാറിന് വേണ്ടി പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യും. വരാൻ പോകുന്ന യുദ്ധമോ? അതിനർത്ഥം കിങ് ഓഫ് ദി ജയൻസ് എന്നോട് പറഞ്ഞ ആ ഒരു യുദ്ധത്തിനെ പറ്റിയാണോ? മൊണാർച്ചും റൂളേഴ്സുമായിട്ടുള്ള യുദ്ധം? അല്ല, ആരായിരിക്കും ഈ ഹണ്ടേഴ്സ്? ഇവരാരുടെ സൈഡിലായിരിക്കും നിൽക്കുന്നത്? മിസ്സസ് സെല്ലർ, താങ്കൾ എന്തിനാണ് എന്നെ ഇവിടേക്ക് വിളിച്ചെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നിൻ്റെ ഉള്ളിലും ഞാൻ അതേ പവറാണ് കണ്ടത്. അതേ പവറോ? അതിനർത്ഥം ഷാഡോ മൊണാർച്ച്. സോ ഈ വരുന്നത് മൊണാർച്ച് ആയിരിക്കുമോ? സാർ, സത്യം പറയാലോ, ഇതൊരിക്കലും ഒരു നോർമലായുള്ള ഹണ്ടറിനെ കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല. താങ്കളുടെ ഒരു പേര് ഞങ്ങൾക്ക് ഇതിനു മുമ്പ് വന്നിരുന്നെങ്കിലും ഞങ്ങൾ ഒരിക്കലും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ തോമസോടുള്ള ഫൈറ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ ആ ഒരു മൈൻഡ് ചേഞ്ച് ചെയ്തു. താങ്കൾ ഒരിക്കലും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരണ്ട. ഞങ്ങൾ ക്യാംഷിൻ്റെ റൂയിൻ സ്റ്റോൺ തരാനും തയ്യാറാണ്. ഈ ലോകത്തുള്ള ഹണ്ടേഴ്സിനെ താങ്കൾക്ക് മാത്രമേ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. പെട്ടെന്ന് തന്നെ ജിന്നു പറയുന്നുണ്ട്, ഐ ആം റിയലി സോറി. സാർ, എന്തു പറ്റി? ആൻഡ്രോയിഡുള്ള പ്രശ്നക്കാരനാണോ? ഒരിക്കലും അല്ല. എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് ഞാൻ ആർക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, ആ ഒരു കാര്യത്തിനാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ വൈറ്റിന് ഒരു കാര്യം ഓർമ്മ വരും. അതായത് കുറച്ച് മുമ്പ് ജിന്നു അതിൻ്റെ അകത്തിരുന്ന് പറഞ്ഞില്ലേ ആ ഒരു കാര്യം, അതായത് അവൻ്റെ അച്ഛന് വേണ്ടി ഈ ലോകത്തിനെതിരെ നിൽക്കാനും പുള്ളിക്കാരൻ തയ്യാറാണെന്ന് ആ പറഞ്ഞൊരു കാര്യം. എന്നിട്ട് ജിന്നു പതുക്കെ അവിടെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ കുറച്ച് നടന്നതിന് ശേഷം പുള്ളിക്കാരൻ ഒന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, മിസ്റ്റർ വൈറ്റ്, താങ്കൾക്ക് ആ ഹണ്ടേഴ്സിനെ പറ്റിയുള്ള ലിസ്റ്റ് എനിക്കും തരാൻ സാധിക്കുമോ? ഞാൻ എന്തായാലും ഒരു കാര്യം നോക്കാം.
അത് കേൾക്കാൻ നേരം തന്നെ പുള്ളിക്കാരന് ഒരു ചിരി വന്നുകൊണ്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതെന്തായാലും ഞാൻ താങ്കൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ തന്നിരിക്കും. പിന്നെ കാണിക്കുന്നത് അന്നത്തെ രാത്രിയാണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാ ഹണ്ടേഴ്സും അവിടെ പ്രസന്റ് ആയിരുന്നു. അവിടേക്ക് നമ്മുടെ ജിൻഹോ ഒരേപോലെ തന്നെ വരുന്നുണ്ട്. ജിൻഹോയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു പുള്ളിക്കാരന് വേണ്ടി നമ്മുടെ തോമസ് ആൻഡ്രായിട്ട് നമ്മുടെ ജിൻഹോ ഫൈറ്റ് ചെയ്തുള്ള കാര്യം. പെട്ടെന്നായിരുന്നു അവിടേക്ക് ഒരാൾ നടന്നു വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് മിസ്റ്റർ സാങ്, സത്യം പറഞ്ഞാൽ താങ്കളുമായിട്ട് കാണണമെന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. കാര്യം താങ്കൾ ഡിഫീറ്റ് ചെയ്ത ആ ഒരു ജയൻസില്ലേ അതിനെ ഞാനാണ് മേടിക്കുന്നത്. സോ അതിനെപ്പറ്റി എനിക്കൊരു കാര്യം സംസാരിക്കണമെന്നുണ്ട്. കറക്റ്റ് സമയത്താണ് വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ റൈഡ്സിൽ മാത്രമേ ഫോക്കസ് ചെയ്യാറുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വൈസ് ഗിൽഡ് മാസ്റ്ററാണ് നോക്കുന്നത്. സോ ഇവനായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിൻഹോ നൈസിൽ അവനായിട്ട് സംസാരിച്ചിട്ട് പോകുന്നുണ്ട്. ഇത് കാണുന്ന നമ്മുടെ ജിനുവിന് വളരെ സന്തോഷം വരികയും ചെയ്യും. കാര്യം ജിൻഹോ സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു വൈസ് ഗിൽഡ് മാസ്റ്ററായിട്ട് മാറിയിട്ടുണ്ട്. മിസ്റ്റർ സാങ്, താങ്കൾ ചോദിച്ച ലിസ്റ്റ് മുഴുവൻ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈറ്റ് വന്നിട്ട് ഒരു ടാബ് കൊടുക്കുന്നുണ്ട്. അതിനകത്തായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഹണ്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളും അതുണ്ടായിരുന്നു. അതായത് പോയിന്റ് വൈസ് ആണ് ഓരോ ഹണ്ടേഴ്സിൻ്റെ അച്ചീവ്മെൻറ്റ് കണക്കാക്കിയിട്ടുള്ളത്. സർ, താങ്കൾ ഞങ്ങളുടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയധികം ഹണ്ടേഴ്സിനെ വേണം താങ്കൾ പ്രൊട്ടക്ട് ചെയ്യാൻ. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് സോ ഇതെല്ലാം ഹയസ്റ്റ് പ്രയോറിറ്റി അനുസരിച്ചാണോ? 100 പോയിന്റ് അല്ലേ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഈ ഒരു ഇതിൻ്റെ അത് എവിടെയായിരിക്കും റാങ്ക് ചെയ്തിട്ടുള്ളത്? സാർ, താങ്കളുടെ ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് താങ്കൾ ഒന്നെങ്കിൽ ഒരു 3rd പ്ലേസ് അല്ലെങ്കിൽ ഒരു 4th പ്ലേസിലാണ് വരാൻ ചാൻസ് ഉള്ളത്. ആദ്യത്തേത് നമ്മുടെ തോമസ് ആൻഡ്രയാണ്, രണ്ടാമത്തേത് ലിയു സിംഗാങ് ആണ്, മൂന്നാം സ്ഥാനത്തുള്ളത് ക്രിസ്റ്റഫർ റീഡ് ആണ്, നാലാം സ്ഥാനത്തുള്ളത് സിദ്ധാർത്ഥ് ബച്ചനാണ്. ഈ സിദ്ധാർത്ഥ് ബച്ചൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഹണ്ടർ ആണ് കേട്ടോ. പക്ഷേ എല്ലാവരുടെ പേര് നമ്മുടെ ജിനുവിന് ആലോചിച്ച് വെക്കാൻ ഒരു താല്പര്യം ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അവിടെ ഉള്ള എല്ലാ ഹണ്ടേഴ്സിന് കീഴിൽ ഓരോരോ ഷാഡോസിനെ കൊടുക്കും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ആ ഷാഡോസിനെ വിളിച്ചാൽ മതിയല്ലോ. പെട്ടെന്നായിരുന്നു അവിടേക്ക് ഒരാൾ നടന്നു വരുന്നത്. അവിടേക്ക് വന്നിട്ട് ജിനുവിനൊക്കെ പറയുന്നുണ്ട് സാർ കുഴപ്പമൊന്നുമില്ല, അത് മറ്റാരുമില്ലായിരുന്നു നമ്മുടെ തോമസ് ആയിരുന്നു. പുള്ളിക്കാരൻ നൈസിൽ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ജിനു, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കൈ കണ്ടോ, ഇത് അത്ര പെട്ടെന്ന് ഹീലാകുന്നില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതായത് സമയമെടുത്ത് മാത്രമേ ഇത് ഹീൽ ചെയ്യത്തുള്ളൂ. നിനക്ക് തന്നെ എൻ്റെ കീഴിലുള്ള എല്ലാവരും കൊല്ലാനുള്ള കെൽപ്പുണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ നീ കൊന്നില്ല. ഒരാൾ പോലും അവർ മരണപ്പെട്ടിട്ടില്ല, ഹാങ്സ് ഒഴിച്ച്. കാര്യം അവരാണല്ലോ ഇതെല്ലാം തുടങ്ങിയത്. അതെന്താണ്, എന്തിനാണ് നീ ഞങ്ങളുടെ ലൈഫ് സ്പെയർ ചെയ്തത്? അതിന് മരിക്കാനുള്ള കുറ്റം നിങ്ങൾ ആരും തന്നെ ചെയ്തില്ലല്ലോ. ഇത് കേൾക്കാൻ നേരത്തെ തന്നെ പുള്ളിക്കാരൻ നൈസ് തിരിഞ്ഞ് നടക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും ഞാൻ എന്തായാലും അവൻ്റെ ഫ്യൂണറലിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പോകുവാണ്. താങ്കൾക്ക് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ നിന്ന് വരാൻ നോക്കുക. പിന്നെ ഒരു കാര്യം, ഈ കൈ ഒന്ന് റെഡിയായി കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഒന്ന് കൂടണം. അത് മാത്രമല്ല താങ്കൾ എന്തായാലും ഞങ്ങളുടെ മാനേജറിൻ്റെ താങ്കളുടെ നമ്പർ കൊടുത്തേക്ക്. സത്യം പറഞ്ഞാൽ ആൻഡ്രൂ താങ്കൾക്ക് വളരെയധികം നന്ദി പറയുന്നുണ്ട്. കാര്യം അവൻ്റെ ഗില്ലിലുള്ള എല്ലാവരും വിട്ടയച്ചില്ലേ. പുള്ളിക്കാരനെ കാണുന്ന പോലെയല്ല, കുറച്ച് നാണക്കാരനാണ്. അതുകൊണ്ടാണ് നേരിട്ടത് പറയാത്തത്. അതുമല്ല അതിന് പകരമായി താങ്കൾക്ക് ഒരു ഗിഫ്റ്റ് തരണമെന്നും പുള്ളിക്കാരന് വളരെ വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കുഴപ്പമൊന്നുമില്ല കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറയില്ലേ. പുള്ളിക്കാരൻ നിങ്ങൾ കാണുന്ന പോലെയല്ല, ഭയങ്കര വാശിക്കാരനാണ്. അതുകൊണ്ട് എന്തെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡാഗർ എന്തായാലും നല്ലൊരു ചോയ്സ് ആയിരിക്കും. എന്നിട്ട് അവർ പോകുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ വൈറ്റ് പറയുന്നുണ്ട് സാർ, ബാക്കിയുള്ള ഹണ്ടേഴ്സിൻ്റെ അടുത്തേക്ക് താങ്കളെ ഞാൻ എത്തിക്കട്ടെ? അത് വേണ്ട. അല്ല, 6ാമത്തെ ആൾ മിസ്സിംഗ് ആണല്ലോ. അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? അത് സത്യം പറയാമല്ലോ, അവനോടുള്ള ഒരു കോണ്ടാക്ട് ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തിന് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6ാമത്തെ അവൻ്റെ കയ്യിൽ കിട്ടിക്കാണും. ഇനി എന്തായാലും 7 പേരെ ബാക്കിയുള്ളല്ലേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചെയർമാനാണ്. പുള്ളിക്കാരനായിട്ട് ഭയങ്കര ഒരു ഫീൽ വരുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ ഹൃദയത്തിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ കുറച്ചധികം ദാരുണമാണല്ലേ. എന്തായാലും എൻ്റെ ലിമിറ്റിലേക്ക് എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ പറഞ്ഞു വെച്ച് നോക്കാൻ നേരത്ത് ഇനി 6 മാസം കൂടെ കണ്ടാൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളല്ലോ. പക്ഷേ റിട്ടയർ ചെയ്യാനും എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്നായിരുന്നു ഒരു കോൾ പുള്ളിക്കാരന് വരുന്നത്. അത് മറ്റാരുമില്ലായിരുന്നു, പുള്ളിക്കാരൻ്റെ ഭാര്യയായിരുന്നു. ഹണി, താങ്കൾക്ക് എന്തെങ്കിലും പറ്റുമോ? നീ പേടിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിപ്പണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ബാക്കിലേക്ക് ചാരം നിർത്തു. പെട്ടെന്ന് അവിടെ ഫുൾ ബ്ലാക്ക് ആവുന്നുണ്ട്. ചെയർമാനും എന്തൊരു പ്രശ്നം പെട്ടെന്ന് സെൻസ് ചെയ്ത് പുള്ളിക്കാരൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് പുള്ളിക്കാരൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് എന്തോന്ന് ഇരിക്കുന്ന പോലെ തോന്നിയത്. പുള്ളിക്കാരൻ നോക്കാൻ നേരത്ത് അവിടെ ആയിട്ട് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ചാപ്റ്റർ 149 ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ താഴെ നിങ്ങൾ വന്ന് ഓരോരോ കമൻസ് ഒക്കെ ഇടാറുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളെല്ലാവരും നമ്മുടെ യൂട്യൂബിലെ പോസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ലൈക്ക് സോളോ ലെവലിംഗ് ആണെങ്കിലും ബാക്കിയുള്ള ഏതൊരു ആനിമി മാംഗയെ കുറിച്ചുള്ള റിലേറ്റഡ് ന്യൂസും ഞാൻ അതിൻ്റെ അതായിരിക്കും ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ ഇടുന്നതായിരിക്കും.